കേരളത്തിന്റെ സംസ്കാരത്തെയും കലകളെയും ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ബ്രിട്ടന്റെ മകൾ പത്മശ്രീ പെപിത സേത്ത് ഇനി ഇന്ത്യക്ക് സ്വന്തം. കളക്ടറിൽ നടന്ന പൗരത്വരേഖ കൈമാറ്റ ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനിൽ നിന്നും പെപിത സേത്ത് പൗരത്വരേഖകൾ ഏറ്റുവാങ്ങി. ആനയെയും പൂരത്തെയും കാവിനെയും കേരള സംസ്കാരത്തെയും കലയെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച പെപിത സേത്തിന് ഇത് അഭിമാനത്തിന്റെ നിമിഷം. തന്റെ 84-ാം വയസ്സിൽ ഇന്ത്യക്കാരിയാകുന്നതിൽ അഭിമാനമുണ്ടെന്ന് പെപിത സേത്ത് പറഞ്ഞു. ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാനുള്ള പെപിതയുടെ ആഗ്രഹത്തിന് ഇതോടെ ഔദ്യോഗിക അംഗീകാരമായി. പൗരത്വരേഖ കൈമാറ്റത്തെ അപൂർവമായ നിമിഷമെന്നാണ് ജില്ലാ കളക്ടർ വിശേഷിപ്പിച്ചത്. അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡും ഈ അപൂർവ നിമിഷത്തിന് സാക്ഷിയായി. കേരള സംസ്കാരത്തെയും കലയെയും ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാണിച്ച പെപിതയെ 2012-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. ബ്രിട്ടീഷ് പട്ടാളക്കാരനായിരുന്ന അമ്മയുടെ മുത്തച്ഛന്റെ ഡയറിയിൽ നിന്നും ഇന്ത്യയെ അറിഞ്ഞ പെപിത തന്റെ 27-ാമത്തെ വയസ്സിലാണ് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ തേടിയിറങ്ങുന്നത്. ഫോട്ടോഗ്രാഫിയെയും എഴുത്തിനെയും ഏറെ സ്നേഹിച്ച പെപിതയ്ക്ക് തൃശൂർ പിന്നെ ജന്മനാടിനെ വെല്ലുന്ന പോറ്റമ്മയായി. മതപ്പാടിൽ പനമ്പട്ടയും മണ്ണും വീശിയെറിയുന്ന ഗുരുവായൂർ കേശവന്റെ പെപിത പകർത്തിയ അപൂർവ ചിത്രം ലോകശ്രദ്ധ നേടി. 1981-ൽ ഗുരുവായൂർ അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ ഹിന്ദു ആചാരപ്രകാരമുള്ള അനുമതിയും പെപിത നേടിയെടുത്തിരുന്നു. ആറ്റൻ ബറോയുടെ ഗാന്ധി എന്ന വിശ്വപ്രസിദ്ധമായ സിനിമയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ വേഷമിട്ട റോഷൻ സേത്തായിരുന്നു പെപിതയുടെ ജീവിത പങ്കാളി. താൻ ഏറെ സ്നേഹിച്ച നാട് തന്നെ മകളായി സ്വീകരിച്ചതിന്റെ സന്തോഷത്തിലാണ് പെപിത സേത്ത്. താൻ എഴുതിയ ഇൻ ഗോഡ്സ് മിറർ ദ തെയ്യംസ് ഓഫ് മലബാർ എന്ന പുസ്തകം ജില്ലാ കളക്ടർക്ക് സമ്മാനിച്ചാണ് പെപിത സേത്ത് കളക്ടറിൽ നിന്നും മടങ്ങിയത്.